ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുൻപായി നമ്മുടെ ഈ ചാനലിലേക്ക് ആദ്യമായി വിസിറ്റ് ചെയ്തവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വൽക്കലാധാരണം എന്ന ഭാഗമാണ് വായിച്ചിരുന്നത്. അത് മുഴുവനായിരുന്നില്ല, അതിൻ്റെ തുടർച്ച കേൾക്കാം. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ജനകപുത്രി മരവുരി ധരിക്കുന്നത് കണ്ട ഭഗവാൻ വസിഷ്ഠൻ അത് തടുക്കുവാൻ മുതിർന്നു. സർവാഭരണ വിഭൂഷിതയായി തന്നെ സീത രാമനെ അനുഗമിക്കട്ടെ എന്ന് വസിഷ്ഠൻ കൽപ്പിച്ചു. കൈകേയി എത്ര ഉയർന്നവളായാലും ഭരതകുമാരൻ ജ്യേഷ്ഠനെ മാത്രമേ അനുസരിക്കൂ എന്ന് വസിഷ്ഠൻ പറഞ്ഞു. വസിഷ്ഠ മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ടും സീതയുടെ മനസ്സ് പതറിയില്ല. ഈ രംഗം കണ്ട് മഹാരാജാവ് നിന്ദ്യരിൽ നിന്ദ്യനാണെന്ന് ജനങ്ങൾ അറിയാതെ ആർത്തു വിളിച്ചുപോയി. അവരുടെ വിലാപം കേട്ട ദശരഥൻ തൻ്റെ ജീവനിലും യശസ്സിലുമുള്ള ആശ കൈവിട്ടു. സീത ആടയാഭരണങ്ങൾ അണിഞ്ഞ് വനവാസത്തിന് പോകാൻ അനുവദിക്കണമെന്ന് കേണപേക്ഷിച്ചുകൊണ്ട് ദശരഥൻ ബോധരഹിതനായി വീണു. മഹാരാജാവിന് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വനയാത്രയ്ക്ക് തയ്യാറെടുത്തു നിന്ന രാമൻ ഇങ്ങനെ അപേക്ഷിച്ചു: അച്ഛാ, വൃദ്ധയായ എൻ്റെ അമ്മ അച്ഛനെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല. എൻ്റെ വേർപാടുകൊണ്ട് ദുഃഖിതയായി തീർന്ന കൗസല്യാദേവിയെ അവിടുന്ന് ആശ്വസിപ്പിക്കണം. എൻ്റെ അമ്മയെ ശ്രദ്ധിച്ച് രക്ഷിച്ചു കൊള്ളുകയും വേണം. രാമലക്ഷ്മണന്മാരുടെ മുനിവേഷം കണ്ട് അമ്മമാർ മൂർച്ഛിച്ചു വീണു. വളരെ നേരം കഴിഞ്ഞ് മാത്രമാണ് അവർക്ക് സ്വബോധം തിരിച്ചു കിട്ടിയത്. പരാക്രമിയും ധീരനുമായ ദശരഥൻ വിലപിച്ചു തുടങ്ങി. അനേകം ജീവികളെ കൊന്നതിൻ്റെ ഫലമാകാം ഇത് എന്ന് ദശരഥന് തോന്നി. കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്ന മഹാരാജാവിൻ്റെ ചുണ്ടുകളിൽ നിന്ന് രാമാ എന്ന് മാത്രമേ പുറത്തു വന്നുള്ളൂ. പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും മഹാരാജാവിൻ്റെ ആജ്ഞപ്രകാരം സീതയ്ക്ക് നൽകി. സീത അവ ധരിച്ചപ്പോഴേക്കും സുമന്ത്രർ തേര് തയ്യാറാക്കി. രാമലക്ഷ്മണന്മാരും സീതയും ദശരഥനെ നമസ്കരിച്ച് യാത്രയ്ക്ക് തയ്യാറായി. പിന്നീട് അവർ കൗസല്യാദേവിയുടെ മുന്നിലെത്തി. സീതാദേവിയെ രണ്ടു കൈകൊണ്ടും കെട്ടിപ്പിടിച്ച് കൗസല്യ ഉമ്മ വെച്ചു. മകളെ, ചീത്ത സ്ത്രീകൾ ഭർത്താവിൻ്റെ നല്ല കാലത്ത് നന്നായി ശുശ്രൂഷിക്കും. ചീത്തക്കാലത്താവട്ടെ അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും ചെയ്യും. സൽസ്വഭാവികൾ അങ്ങനെയായിരിക്കരുത്. സ്ത്രീക്ക് ഭർത്താവ് മാത്രമാണ് ഈശ്വരൻ. ഭർത്താവിൻ്റെ സുഖമാണ് അവളുടെ ലക്ഷ്യം. നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണെങ്കിലും എൻ്റെ മകനെ ഈശ്വരന് തുല്യം നീ ശുശ്രൂഷിക്കണം. ഉള്ളവനിലും ഇല്ലാത്തവനിലും നീ യാതൊരു വ്യത്യാസവും കാണരുത്. കൗസല്യാദേവിയുടെ വാക്കുകൾക്കനുസരിച്ച് താൻ ജീവിച്ചു കൊള്ളാമെന്ന് സീത പ്രതിജ്ഞ ചെയ്തു. അച്ഛനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അമ്മ തങ്ങളെ ഓർത്ത് വ്യസനിക്കരുതെന്നും രാമൻ മാതാവിനോട് അപേക്ഷിച്ചു. അതിനുശേഷം പിതാവിനെ വന്ദിച്ച് അവർ വിടവാങ്ങി. ലക്ഷ്മണകുമാരൻ പിതാവിനെ വന്ദിച്ച ശേഷം സുമിത്രാദേവിയുടെ കാൽക്കൽ നമസ്കരിച്ചു. രാമനെ ദശരഥൻ എന്നും സീതയെ അമ്മയെന്നും കരുതി ബഹുമാനിക്കണമെന്ന് സുമിത്ര മകനെ ഉപദേശിച്ചു. ജ്യേഷ്ഠൻ വസിക്കുന്ന കാട് അയോധ്യയാണെന്ന് ധരിച്ച് സന്തോഷത്തോടെ കഴിയണം. ഇത്രയുമായപ്പോഴേക്കും സുമന്ത്രർ തേര് ശരിയാക്കി. സീതാദേവിയെ തുടർന്ന് രാമലക്ഷ്മണന്മാർ തേരിൽ കയറി. സുമന്ത്രർക്ക് സങ്കടം താങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണീർ വാർത്തുകൊണ്ട് ആ മന്ത്രി പ്രമുഖൻ തേർ തെളിച്ചു തുടങ്ങി. മക്കളുടെ വേർപാട് കണ്ട് ദശരഥനും കൗസല്യയും
തേരിനു പിന്നാലെ പാഞ്ഞു. ആ കാഴ്ച കണ്ട് ശ്രീരാമചന്ദ്രൻ വേഗത്തിൽ തേർ തെളിക്കാൻ സുമന്ത്രരോട് അരുളി ചെയ്യുകയും ചെയ്തു. പിന്നിൽ നിന്ന് വൃദ്ധനായ ദശരഥ മഹാരാജാവിൻ്റെ നിലവിളി ഉയർന്നു കേട്ടു. തേരു നിർത്തണേ എന്നുള്ള വിലാപം പിന്നിൽ നേർത്തു വന്നു. കഴിയും വേഗം തേർ തെളിക്കുവാനുള്ള രാമൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്ന സുമന്ത്രർ ആകെ ധർമ്മസങ്കടത്തിലാവുകയും ചെയ്തു. എന്നാൽ തനിക്ക് ദുഃഖം സഹിക്കാനുള്ള കെൽപ്പില്ലെന്നും അതിനാൽ തേർ അതിവേഗം ഓടിക്കണമെന്നും രാമൻ സുമന്ത്രരോട് അപേക്ഷിച്ചു. രാമൻ്റെ കണ്ണുകൾ കലങ്ങി മറിഞ്ഞിരുന്നു. രാജഭൃത്യന്മാർ രഥത്തെ വലം വെച്ച് പിൻവാങ്ങി. മന്ത്രിമാരുടെ അഭിപ്രായത്തെ മാനിച്ച് ദശരഥൻ അരമനയിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. ദുഃഖം കൊണ്ട് കണ്ണു കാണാനാവാതെ ആ രാജവീതിയിൽ ദശരഥൻ അകന്നുപോകുന്ന മകനെ നോക്കി നിർനിമേഷനായി നിലകൊണ്ടു. അടുത്ത ഭാഗം നഗരസംക്ഷോഭവും പൗരാനുഗമനവും. രാമചന്ദ്രൻ കൂപ്പുകൈകളുമായി വനവാസത്തിന് യാത്രയായതുകണ്ട് അയോധ്യയിലെ സ്ത്രീജനങ്ങൾക്ക് ദുഃഖം താങ്ങാൻ കഴിഞ്ഞില്ല. അവർ ഉച്ചത്തിൽ നിലവിളിച്ചു തുടങ്ങി. ബലഹീനകളായ തങ്ങൾക്ക് താങ്ങും തണലുമായിരുന്ന രാമൻ എവിടേക്കാണ് പോകുന്നത്? കൗസല്യാദേവിയോട് പെരുമാറുന്നത് പോലെ സ്നേഹത്തോടുകൂടി മാത്രമേ രാമൻ തങ്ങളോട് പെരുമാറിയിരുന്നുള്ളൂ എന്നവർ അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞു. സത്യധർമ്മനിഷ്ഠനായ രാമനെ നിഷ്കരുണം കാട്ടിലയക്കുവാൻ മഹാരാജാവിന് ബുദ്ധിനാശം സംഭവിച്ചുവല്ലോ. സങ്കടം മൂലം ഏകാഗ്രത നഷ്ടപ്പെട്ട ബ്രാഹ്മണർ മന്ത്രപൂജകൾ നടത്തിയില്ല. വീടുകളിൽ ഭക്ഷണം പോലും പാകം ചെയ്തില്ല. ക്രമത്തിൽ സൂര്യൻ അസ്തമിച്ചു. വലിയൊരു കൊടുങ്കാറ്റിൽപ്പെട്ട കാർമേഘം പോലെ അയോധ്യ മുഴുവൻ ചഞ്ചലമായി. നക്ഷത്രങ്ങളുടെ ശോഭ നശിച്ചു. ജനങ്ങൾക്ക് ഊണിനും ഉറക്കത്തിനുമുള്ള ആഗ്രഹം തന്നെ ഇല്ലാതെയായി. ചെറുകാറ്റുപോലും വീശിയില്ല. എല്ലാവരുടെയും ഹൃദയം രാമചന്ദ്രൻ്റെ വിയോഗത്താൽ ദുഃഖപൂർണമായി. രാമനില്ലാത്ത അയോധ്യ ഇന്ദ്രനില്ലാത്ത സ്വർഗം പോലെയാണെന്ന് അവർക്കറിയാം. രാമചന്ദ്രനെയും കൊണ്ട് അകന്നുപോയ തേരുയർത്തിയ പൊടിപടലം കാണാതാവുന്നതുവരെ ദശരഥ മഹാരാജാവ് രാജവീതിയിൽ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. പിന്നെ ശക്തിയേറ്റ് വെറും മണ്ണിലേക്ക് കുഴഞ്ഞു വീഴുകയും ചെയ്തു. അപ്പോൾ അടുത്തു നിന്നിരുന്ന കൗസല്യാദേവി വലതുഭാഗത്തു നിന്നും കൈകേയി ഇടതുഭാഗത്തു നിന്നും രാജാവിനെ താങ്ങി എണീപ്പിച്ചു. കൈകേയിയെ അടുത്ത് കണ്ടപ്പോഴേക്കും ദശരഥന് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. നീച്ചയായ കൈകേയി, നീ എൻ്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ഈ നിമിഷം മുതൽ നീ എനിക്കാരുമല്ല. ധർമ്മം കളഞ്ഞ് ഐശ്വര്യത്തെ മാത്രം ആഗ്രഹിക്കുന്ന നിന്നെ ഞാനിപ്പോൾ ഉപേക്ഷിക്കുന്നു. ഈ ലോകത്തിലും പരലോകത്തിലും ഞാനിനി നിന്നെ സ്വീകരിക്കുകയില്ല. ഭരതൻ ഈ രാജ്യം സ്വീകരിച്ച് സന്തുഷ്ടനാകുമെങ്കിൽ അവൻ ചെയ്യുന്ന പിതൃകർമ്മങ്ങൾ ഫലിക്കാതെ പോകട്ടെ. കൗസല്യാദേവിയാകട്ടെ രാജാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ദേഹത്തെ പൊടി തുടച്ചു കളഞ്ഞു. പശ്ചാത്താപ വിവശനായ ദശരഥൻ രാമനെ ഓർത്ത് വിലപിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സുഖസൗകര്യങ്ങളോടും കൂടി വാണ കുമാരൻ എങ്ങനെയാണ് വനത്തിൽ കഴിയുക? ക്രൂര മൃഗങ്ങളുള്ള വനത്തിൽ കുമാരന്മാരും സീതയും എങ്ങനെ കഴിഞ്ഞുകൂടും എന്ന കാര്യം ദശരഥന് ചിന്തിക്കാൻ കൂടി കഴിഞ്ഞില്ല. കാടന്മാരാകട്ടെ രാമനെ ചിലപ്പോൾ വെറും അനാഥനായിട്ടാവും കാണുന്നത്. സീതയുടെ കാലുകളിൽ കൂർത്ത മുള്ളുകളും കല്ലുകളും കൊള്ളുമല്ലോ. ഒരു പിതാവിന് ഇത് എങ്ങനെ സഹിക്കുവാൻ കഴിയും? കൈകേയി ഏതായാലും വിധവയായിരിക്കും. രാജ്യം ഭരിക്കുക. കൈകേയി ഏതായാലും വിധവയായിരിക്കും രാജ്യം ഭരിക്കുക. പ്രിയപുത്രനെ കാണാതെ താൻ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കുകയില്ലെന്ന് ദശരഥ മഹാരാജാവിന് തോന്നി. മഹാരാജാവ് വിലപിച്ചുകൊണ്ട് തന്നെ അരമനയിലേക്ക് മടങ്ങി. ഐശ്വര്യസമൃദ്ധമായിരുന്ന നഗരി മുഴുവൻ നിർജീവമായിരിക്കുന്നു. പെരുവഴി കടന്ന് അരമനയിലെത്തിയ മഹാരാജാവ് തൊണ്ടയിടറിക്കൊണ്ട് തന്നെ കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ഉടനെ കൊണ്ടുപോകണമെന്ന് അപേക്ഷിച്ചു. മറ്റൊരു സ്ഥലത്തും ആശ്വാസം ലഭിക്കുകയില്ല
എന്ന മഹാരാജാവിന് തോന്നി. രാജാവിനെ ഉടൻ തന്നെ കൗസല്യാദേവിയുടെ കൊട്ടാരത്തിൽ എത്തിച്ചു. അവിടെ മൃദുമെത്തയിൽ രാജാവിരുന്നു. പ്രിയപുത്രന്മാരും സീതാദേവിയും ഉപേക്ഷിച്ചു പോയ കൊട്ടാരം ചന്ദ്രനില്ലാത്ത ആകാശം പോലെ തോന്നിച്ചു. എവിടെയും ശൂന്യമാണെന്ന് രാജാവിന് തോന്നി. രാത്രി ഏറെ കഴിഞ്ഞിട്ടും ദശരഥൻ വിലപിച്ചുകൊണ്ടേയിരുന്നു. പാതിരാവായപ്പോഴേക്കും രാജാവിൻ്റെ കാഴ്ച തന്നെ നശിച്ച മട്ടായി. രാമനെ പിന്തുടർന്ന തൻ്റെ കണ്ണുകൾക്ക് മറ്റൊന്നും കാണാൻ കഴിയുന്നില്ലെന്ന് മഹാരാജാവ് കൗസല്യാദേവിയോട് പറഞ്ഞു. ദേവിയെ ഞാൻ കാണുന്നില്ല, എന്നെ നിന്റെ കൈകൾ കൊണ്ട് തൊടൂ. കൗസല്യ ഭർത്താവിൻ്റെ കരം ഗ്രഹിച്ച് വിതുമ്പിക്കരഞ്ഞു. എൻ്റെ മകനെ ചതിയിൽ കാട്ടിലയച്ച കൈകേയി ഇപ്പോൾ സന്തോഷിച്ച് ഉലാത്തുകയാണ്. അവനെ ഒരു ഭൃത്യനാക്കിയിരുന്നെങ്കിലും നമുക്ക് സഹിക്കാമായിരുന്നു. കാട്ടിലെ വിഷമങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന അങ്ങയ്ക്കെങ്കിലും അവരുടെ യാത്ര തടുക്കാമായിരുന്നല്ലോ. രാമനെ ഭാര്യയോടും അനുജനോടും കൂടി എനിക്കെന്നാണിനി കാണുവാൻ കഴിയുക? ഇത് ഇന്ന് തന്നെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവർ വരുന്നെന്നറിഞ്ഞ് ഇനി എന്നാണ് അയോധ്യ നഗരി മുഴുവൻ അലങ്കൃതമാകുന്നത്? എൻ്റെ കഴിഞ്ഞ ജന്മത്തിലെ ചെയ്തികളുടെ ഫലമാകാം ഇത്. പോയ ജന്മത്തിൽ മുല കുടിക്കാൻ ആർത്തിയോടെ വന്ന കുഞ്ഞുങ്ങളെ തട്ടിമാറ്റി ഞാൻ മുല അരിഞ്ഞു കളഞ്ഞിരിക്കാം. അതുകൊണ്ടാവണം കൈകേയി എന്നെ ഈ നിലയിലാക്കിയത്. മകനെ വേർപിരിഞ്ഞിരിക്കുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്ന കൗസല്യയെ സുമിത്രാദേവി ആശ്വസിപ്പിച്ചു. പിതാവിൻ്റെ വാക്ക് സത്യമാക്കുവാൻ കാട്ടിൽ പോയതാണ് രഘുനന്ദനൻ. ധർമ്മം കാത്തുരക്ഷിക്കാനായി പുറപ്പെട്ട രാമനെ ഓർത്ത് ദുഃഖിക്കുന്നത് വിവേകമല്ലെന്ന് സുമിത്രാദേവി ഉപദേശിച്ചു. അതിൻ്റെ ഫലമായി രാമനും ലക്ഷ്മണനും സീതയ്ക്കും സത്കീർത്തി ഉണ്ടാവുമെന്നും അവർ പറഞ്ഞു. സൂര്യഭഗവാൻ രാമനെ ചൂടുകൊണ്ട് വിഷമിപ്പിക്കുകയില്ല. മന്ദമാരുതൻ ആ സമയത്ത് രാമനെ തഴുകി ആശ്വസിപ്പിക്കുകയേ ഉള്ളൂ. രാമൻ്റെ പക്കലുള്ള ദിവ്യാസ്ത്രങ്ങൾ അവരെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും. ശൂരന്മാരായ അവർ വീട്ടിലെന്ന പോലെയാണ് കാട്ടിലും കഴിയുക. വനവാസം കഴിഞ്ഞ് മടങ്ങി വരുന്ന രാമൻ ഭൂമി, സീത, ശ്രീ എന്നീ 3 പ്രേയസിമാരുമൊത്ത് രാജ്യം ഭരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ആശ്വാസം പകരേണ്ട കൗസല്യാദേവി തന്നെ ഇങ്ങനെ വിലപിച്ചാൽ തങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടമാവുമല്ലോ എന്ന് സുമിത്രാദേവി സാന്ത്വന രൂപേണ പറഞ്ഞു. ക്രമേണ കൗസല്യാദേവിയുടെ ദുഃഖം കുറഞ്ഞു വരികയും ചെയ്തു. കാട്ടിലേക്ക് പോകുന്ന ശ്രീരാമനെ പൗരമുഖ്യന്മാർ അനുഗമിച്ച് തന്നോടൊപ്പം യാത്ര തിരിച്ച് അവരോട് മടങ്ങിപ്പോകുവാൻ കുമാരൻ അഭ്യർത്ഥിച്ചു. എന്നാൽ രാമചന്ദ്രനെ വിട്ടുപിരിയാൻ അവർക്ക് കഴിഞ്ഞില്ല. കുമാരനോട് മടങ്ങി വരുവാൻ അവർ കേണപേക്ഷിച്ചു. പിതാവിൻ്റെ സത്യം പാലിക്കുന്നതിനായി ഇറങ്ങിത്തിരിച്ച തൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് രാമൻ പറഞ്ഞു. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹബഹുമാനങ്ങൾ ഇന്നു മുതൽ ഭരതകുമാരന് നൽകണം. ധർമ്മം വിട്ട് നടക്കാത്തവനാണ് എൻ്റെ അനുജൻ. നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും അവൻ രാജ്യഭാരം നടത്തുക. നിങ്ങളും എന്നെപ്പോലെ മഹാരാജാവിൻ്റെ കൽപ്പന അനുസരിക്കണം. മഹാരാജാവിന് വിഷമമുണ്ടാവാതിരിക്കുന്നതിന് വേണ്ടത് ചെയ്യണം. രാമചന്ദ്രൻ്റെ ഉറച്ച തീരുമാനവും ധർമ്മനിഷ്ഠയും കണ്ട് ജനങ്ങൾ കുമാരനിലുള്ള വിശ്വാസം കൂടി വന്നു. അവർ വേഗത്തിൽ പായുന്ന കുതിരകളെ വിളിച്ച് അവയുടെ ഓട്ടം മതിയാക്കണമെന്ന് അപേക്ഷിച്ചു. രാജാവിനോട് സ്നേഹമുണ്ടെങ്കിൽ കുമാരനെ തിരിച്ചു കൊണ്ടുവരണമെന്നും അഭ്യർത്ഥിച്ചു. ഇത്രയും ആയപ്പോഴേക്കും രാമൻ അവരെ പിരിയുന്നതിൽ കുണ്ഠിതം തോന്നി. കുമാരൻ ഉടനെ തന്നെ തേരിൽ നിന്നിറങ്ങി. പിന്നെ കാൽനടയായി മുന്നോട്ടു യാത്ര തുടങ്ങി. ഈ അവസരത്തിൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ കുമാരൻ്റെ തീരുമാനം മാറ്റണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. രാമനെ വിളിച്ച് അവർ വിലപിച്ചുകൊണ്ടുമിരുന്നു. ആ യാത്ര തമസാ നദീതീരം വരെ എത്തി. നദീതീരത്ത് വിശ്രമിക്കുവാൻ അവർ തീരുമാനിച്ചു. പ്രകൃതി മനോഹരമായ തമസാ നദീ തീരത്ത് രാമചന്ദ്രനും സീതാദേവിയും ഇരുന്നു.
വില്ലേന്തി അടുത്തു നിന്നിരുന്ന അനുജനോട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ, എല്ലാം നന്മയ്ക്കാണ്. വനത്തിലെ ആദ്യ രാത്രിയാണിത്. ഇപ്പോൾ അയോധ്യാപുരിയിലെ അരമന ദുഃഖത്തിലാഴ്ന്നിരിക്കുകയായിരിക്കും. നമ്മളെ ഓർത്ത് കരയുന്ന അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിക്കുമ്പോൾ ഹൃദയം ചഞ്ചലമാവുകയാണ്. ഭരതൻ അവരെ ആശ്വസിപ്പിക്കും. നീ നിന്റെ കടമ ചെയ്യുന്നു. അതുമൂലം എനിക്ക് മറ്റൊരു സഹായിയെ കണ്ടെത്താൻ പണിപ്പെടേണ്ട വന്നില്ല. സുമന്ത്രർ കുതിരകൾക്ക് തീറ്റ നൽകിയ ശേഷം അടുത്തൊരിടത്ത് വിശ്രമിച്ചു. അപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. തമസ നദീതീരത്ത് ഇലകൾ കൊണ്ടുണ്ടാക്കിയ ശയ്യയിൽ രാമനും സീതയും ശയിച്ചു. അവർക്ക് കാവലായി ലക്ഷ്മണൻ ഉറക്കമിളച്ച് കഴിച്ചുകൂട്ടി. കൂടെ ഉണ്ടായിരുന്ന സൂതനോട് ലക്ഷ്മണൻ തൻ ജ്യേഷ്ഠൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുമിരുന്നു. പിറ്റേന്ന് സരസ്വതി യാമത്തിൽ രാമചന്ദ്രൻ ഉണർന്നെണീറ്റ്. അപ്പോഴും തലേ ദിവസത്തെ യാത്ര മൂലം ഗാഠനിദ്രയിലായിരുന്ന പൗരജനങ്ങളെ നോക്കിക്കൊണ്ട് കുമാരൻ അനുജനോട് പറഞ്ഞു, അനുജ, നമ്മോടുള്ള സ്നേഹം മൂലം നാടുപേക്ഷിച്ച് വന്നവരാണിവർ. അവരെ പിന്തിരിപ്പിക്കുവാൻ നമ്മൾക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അവർ ഉണർന്നെണീക്കും മുമ്പ് നമ്മൾ ഇവിടം വിടണം. ഇത്തരത്തിൽ മറ്റൊരു രാത്രി പോലും അവർ മരത്തണലിൽ കിടന്നുറങ്ങുവാൻ ഇടവരുത്തരുത്. സുമന്ത്രർ ഉടൻ തന്നെ തേർ തയ്യാറാക്കി രാമലക്ഷ്മണന്മാരും സീതയും തേരിൽ കയറി. പിന്നീട് തമസ നദി കടന്ന് അക്കരെ എത്തി പ്രജകൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി തേര് കുറേ ദൂരം വടക്കോട്ട് ഓടിച്ച് മടങ്ങി വരുവാൻ സൂതനോട് കൽപ്പിച്ചു. സൂതൻ കൽപ്പന പ്രകാരം തേർ മടക്കിക്കൊണ്ടുവന്ന് ദശരഥ നന്ദനന്മാരെയും സീതയെയും കയറ്റി തപോവനത്തിലേക്ക് യാത്ര തിരിച്ചു. നേരം പുലർന്നപ്പോൾ രാമനെ കാണാതെ പൗരന്മാർ വിഷമിച്ചു. അവരെ എല്ലായിടത്തും അന്വേഷിച്ചു. കുമാരന്മാരുടെ പൊടിപടലം പോലും കണ്ടെത്താനായില്ല. അവർ തങ്ങളുടെ ബോധം കെട്ട ഉറക്കത്തെ പഴിച്ചു. ഇനി മരിക്കുക മാത്രമേ ഉചിതമായിട്ടുള്ളൂ എന്നവർ ഉറച്ചു. തങ്ങൾ രാമചന്ദ്രനെ കാട്ടിൽ കൊണ്ടാക്കിയ ശേഷം മടങ്ങി എന്ന് എങ്ങനെ നാട്ടിൽ വന്ന് പറയാനാവും? ജനങ്ങൾ ആകെ വിഷണ്ണരായി. രഥം പോയ വഴിയെ കുറേ നടന്നു. പിന്നീട് വഴി കാണാതെ മടങ്ങി വന്നു. ദശരഥ നന്ദനന്മാർ അയോധ്യ വിട്ടിട്ടൊരു ദിവസം മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇതിനിടയിൽ ക്ഷീണിതരായ ജനങ്ങൾ പരസ്പരം കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം പ്രാകൃത രൂപികളായി. പൗരജനങ്ങൾ ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷം നഗരത്തിലേക്ക് മടങ്ങി. അവർ അല്പപ്രാണരായാണ് സ്വന്തം വീടുകളിലെത്തിയത്. രഘുരാമനെ പിന്തുടർന്ന് ശുശ്രൂഷിക്കാൻ കഴിയാത്തതിൽ അവർ അങ്ങേയറ്റം ദുഃഖിച്ചു. പൗരസ്ത്രീകൾ അലമുറയിട്ടു. അവർ ഭർത്താക്കന്മാരോടൊത്ത് വനത്തിലേക്ക് പോകുവാൻ തയ്യാറായി. ഭർത്താക്കന്മാർക്ക് രാമചന്ദ്രനെയും ഭാര്യമാർക്ക് സീതാദേവിയെയും ശുശ്രൂഷിക്കാൻ കഴിയുമല്ലോ എന്നവർ ആശ്വസിച്ചു. അവർ തങ്ങൾക്ക് ക്ഷേമം നൽകും. അറവുകാരൻ്റെ കയ്യിൽപ്പെട്ട പശുക്കൾ പോലെയാകും ഭരതൻ്റെ കീഴിൽ ജനങ്ങളെന്നവർ ഭയപ്പെട്ടു. കാലനെ കണ്ട പോലെ പൗരസ്ത്രീകൾ പേടിച്ചു വിലപിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗം ഗുഹാസമാഗമം. രാമചന്ദ്രൻ്റെ മനസ്സിൽ അച്ഛൻ്റെ സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേർ അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരുന്നു. ഗ്രാമങ്ങൾ പിന്നിട്ടുകൊണ്ട് രാത്രിയായപ്പോഴേക്കും അവർ രാജ്യാതിർത്തിയിലെത്തി. അങ്ങിങ്ങായി താമസിച്ചിരുന്ന ഗ്രാമീണർ ആ യാത്ര കണ്ട് മഹാരാജാവിനെ ഭർത്സിച്ചു. അങ്ങനെ ആ യാത്ര കോസലത്തിൻ്റെ അതിർത്തിയിലെത്തി. വേദശ്രുതി നദി കടന്ന അഗസ്ത്യമുനിയുടെ ആശ്രമം ലാക്കാക്കി യാത്ര തുടർന്നു. പിന്നീട് ഗോമതി, സ്യന്തിക എന്നീ നദികളും അവർ തരണം ചെയ്തു. അവസാനം കോസലം കടന്ന് ഗംഗാതീരത്തെത്തി. ആ പുണ്യനദിയുടെ തീരങ്ങളിൽ ദേവഗന്ധർവ കിന്നരന്മാർ എപ്പോഴും വന്നെത്താറുണ്ട്.
ആകെ കൂടി പരിപാവനമായ അന്തരീക്ഷം അവിടെ കാണായി. ഗംഗയുടെ തീരത്ത് അന്ന് താമസിക്കാമെന്ന് കുമാരൻ തീർച്ചയാക്കി. വിവരം സുമന്ത്രരോട് പറയുകയും ചെയ്തു. കുതിരകളെ മേയുവാൻ വിട്ടിട്ട് സാരഥി രാമൻ്റെ മുന്നിലെത്തി. അപ്പോഴേക്കും സീതാസമേതനായി ശ്രീരാമൻ ഗംഗാതീരത്തെത്തിയതറിഞ്ഞ് ആത്മസുഹൃത്തായ നിഷാദ രാജാവ് ഗുഹൻ പത്നിയോടൊപ്പം അവിടെ എത്തി. മന്ത്രിമാരും ബന്ധുജനങ്ങളും ഗുഹനെ അനുഗമിച്ചിരുന്നു. രാമനെ ഗുഹൻ ആലിംഗനം ചെയ്തു. തൻ്റെ രാജ്യത്തെ അയോധ്യ എന്ന പോലെ കരുതണമെന്ന് ഗുഹൻ അപേക്ഷിച്ചു. രാമനെ പോലെ ഒരാളെ അതിഥിയായി കിട്ടിയതിലുള്ള സന്തോഷം നിഷാദ രാജാവ് പ്രകടിപ്പിച്ചു. തൻ്റെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്വാമി രാമചന്ദ്രനാണെന്നും ഗുഹൻ പറഞ്ഞു. രാമലക്ഷ്മണന്മാർക്കും സീതാദേവിക്കും വേണ്ട ഭക്ഷണ സാധനങ്ങളും കിടക്കകളും അവർ അവിടെ എത്തിച്ചു. രാമൻ ഗുഹനെ ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, യാത്രക്കിടയിൽ വന്ന് കണ്ടതിന് ഞാൻ നന്ദി പറയുന്നു. മരവുരി ചുറ്റി വനവാസത്തിന് പുറപ്പെട്ടവരാണ് ഞങ്ങൾ. പട്ടുവസ്ത്രങ്ങളും കിടക്കകളും ഭക്ഷണപാനീയങ്ങളും ഞങ്ങൾക്ക് വേണ്ട. കായ്കനികൾ ഭക്ഷിച്ച് മുനിയെപ്പോലെ കഴിയുകയാണ് ഞങ്ങൾ. കുതിരകൾക്ക് മാത്രമേ തീറ്റ ആവശ്യമുള്ളൂ. ഞങ്ങളുടെ കുതിരകൾക്ക് മാത്രമേ തീറ്റ ആവശ്യമുള്ളൂ. കുതിരകൾക്ക് സമൃദ്ധമായ തീറ്റ ഗുഹൻ നൽകി. ഈ സമയം സന്ധ്യാവന്ദനം നടത്തി സീതയൊന്നിച്ച് രാമൻ മരത്തണലിൽ വിശ്രമിച്ചു. ലക്ഷ്മണൻ കൊണ്ടുവന്ന ജലം മാത്രം കഴിച്ച് രാമൻ സഹധർമ്മിണിയൊന്നിച്ച് വെറും നിലത്ത് ഉറങ്ങാൻ കിടന്നു. ലക്ഷ്മണനാകട്ടെ ഗുഹൻ്റെയും സുമന്ത്രരുടെയും സമീപത്ത് ജ്യേഷ്ഠന് കാവലായി ജാഗ്രതയോടെ നിലകൊണ്ടു. എന്നാൽ രാമന് കാവലായി താൻ നിന്നുകൊള്ളാമെന്ന് ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു. കുമാരൻ സ്വസ്ഥമായി ഉറങ്ങണമെന്നും അപേക്ഷിച്ചു. ലക്ഷ്മണനാകട്ടെ ഗുഹൻ വിരിച്ച കൊടുത്ത കിടക്കയിൽ കിടക്കുവാൻ വിസമ്മതിക്കുകയും രാത്രി മുഴുവൻ ഗുഹനോടും സുമന്ത്രരോടും ഒപ്പം ഉറക്കമിളച്ച് കാവൽ നിൽക്കുകയും ചെയ്തു. അമ്മമാരുടെ സ്ഥിതിയോർത്ത് ലക്ഷ്മണൻ വിഷമിച്ചു. തൻ്റെ അമ്മയ്ക്ക് ജീവിച്ചിരിക്കാൻ ശത്രുഘ്നൻ എന്ന ആശ്രയമെങ്കിലുമുണ്ട്. അതുകൊണ്ട് അമ്മയുടെ കാര്യം സാരമില്ല എന്നു കരുതണം. എന്നാൽ ഏകമകനെ നഷ്ടപ്പെട്ട കൗസല്യാദേവിയുടെ ജീവിതമാണ് ദുസ്സഹമാകുന്നത് എന്ന് കുമാരന് തോന്നി. അച്ഛൻ ദുഃഖം കൊണ്ട് ദിവംഗതനായെന്നും വരാം. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മണനും ഗുഹനും ആ രാത്രി തള്ളി നീക്കി. ഗുഹൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ഇടതടവില്ലാതെ പ്രവഹിച്ചു. ഗംഗാതരണം അടുത്ത ഭാഗം. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗമായ ഗംഗാതരണം അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.